അയർലൻഡിലെ ചുരുങ്ങിയ ഗ്രോയിങ് സീസണിൽ മികച്ച ഒരു വിളവെടുപ്പിന് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വളരെ പ്രധാനമാണ്. അതിനൊരു എളുപ്പവഴിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒപ്പം ഈ മാസം ഏതൊക്കെ വിത്തുകൾ നടാൻ സാധിക്കുമെന്നും കാണാം. വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റിൻ്റെ ഗുണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ നമ്മുടെ ചുരുങ്ങിയ സാഹചര്യങ്ങളിലും സ്ഥലപരിമിതിയിലും അത് സാധ്യമല്ലാത്തതിനാൽ കമ്പോസ്റ്റ് പാക്കറ്റുകൾ വാങ്ങുന്നവരാണ് നാം എല്ലാവരും. വിളവെടുപ്പിന് ശേഷം വളനഷ്ടമായ മണ്ണിനെ പുനർജീവിപ്പിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് ട്രെഞ്ച് കമ്പോസ്റ്റിംഗ്. റേസ്ഡ് ബെഡിൽ നീളത്തിൽ കുഴിയെടുത്ത് അതിൽ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റുകളും മുട്ടത്തോടും പഴങ്ങളുടെ തൊലിയും ഉപയോഗിച്ച ടീ ബാഗും ഗ്രാസ് ക്ലിപ്പിംഗ്സും ഇട്ട് മൂടിയാൽ സംഗതി കഴിഞ്ഞു. അതോടൊപ്പം ഒരു ലെയർ ഫ്രഷ് കമ്പോസ്റ്റ് കൂടി ചേർത്താൽ അടുത്ത വിത്ത് പാകാൻ മണ്ണ് തയ്യാർ. ഈ ഓട്ടം സീസണിൽ കെയില്, സ്പിനാച്ച്, റാഡിഷ്, ലെറ്റൂസ്, ഓട്ടം ക്യാരറ്റ് എന്നിവയോടൊപ്പം ബീട്രൂട്ടും നടുന്നുണ്ട്. ബീട്രൂട്ട് നടാൻ അല്പം താമസിച്ചു പോയി. ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് 1 സെൻറ്റിമീറ്റർ താഴ്ചയിൽ ഇതുപോലെ റോകളായി കുഴിയെടുത്ത് പാകാം. വളരെ ചെറിയ വിത്തുകളുള്ള ക്യാരറ്റ് നുള്ളിയെടുത്ത് വിതറിയിടുകയാണ്. കിളിർത്ത് വരുമ്പോൾ ചെടികൾ തമ്മിൽ അകലം കുറവായാൽ പറിച്ചു മാറ്റാം. വേണമെങ്കിൽ സാലഡിൽ ചേർക്കാം. മറ്റു വിത്തുകൾ വലിപ്പമുള്ളവയായതുകൊണ്ട് പാകാൻ എളുപ്പമാണ്. 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് വിത്തുകൾ പാകിയാൽ മതി. കമ്പോസ്റ്റ് നുള്ളിയിട്ട് വിത്തുകൾ മൂടിയ ശേഷം ഒരു പലക ഉപയോഗിച്ച് മൂടിയാൽ വിത്തുകൾ കിളിർക്കാൻ സഹായകമാകും. എല്ലാ ദിവസവും പരിശോധിച്ചാൽ വിത്തുകളും ചെറുതൈകളും ഈ ഒച്ചുകൾ നശിപ്പിക്കാതെ സംരക്ഷിക്കാം. 5 ദിവസം മുമ്പ് പാകിയ ഈ വിത്തുകൾ കിളിർത്തു. വിത്തുകൾ കിളിർത്തു തുടങ്ങിയാൽ പലകകളും മാറ്റാം. ഈ സീസണിലെ അവസാന കായകൾ പഴുത്തു തുടങ്ങിയ തക്കാളി ചെടികൾ പോകുമ്പോൾ ഈ വിത്തുകൾ വളർന്നു വരും. എങ്കിലും ഭീകരന്മാരായ ഈ കീടങ്ങളെ പേടിച്ച് ഗ്രീൻ ഹൗസിലെ പോട്ടുകളിലും ചീരയും ലെറ്റൂസും പാകിയിട്ടുണ്ട്. ഇവർ നിങ്ങളുടെ ഗാർഡനിലും നാശമുണ്ടാക്കുന്നുണ്ടോ? ഇവരെ തുരത്താൻ എന്തൊക്കെ മാർഗങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാമോ?